Hello dear students, welcome to Prerna. We are going to study about the course of German Unification. So in the last classes we had discussed about the situations which prevailed in Germany before it got unified, and also about the role of Bismarck. We had in detail discussed the role of Bismarck. So I think I had ended my last class with this slide actually, which mentioned about three different wars. Okay, three different wars. These are the wars which you have to study as far as German unification is concerned. These wars which ultimately led to the unification of Germany. And here you have to note how diplomatic Bismarck was, because the entire through the entire process you can see how Bismarck used his diplomatic warfare mainly. He tried to isolate his enemies. He used all methods possible in order to win the wars. He in fact tried to incite the feeling of patriotism amongst the people of Germany. So you could see that his role was so important. Bismarck ennu parayunna aalude role athrakkum pradhanyam arhikunna oru karyana. If it had not been for Bismarck, Germany wouldn't have got united perhaps in 1871 ennu namukku venakil parayan pattum. So let us take these wars one by one. മൂന്ന് വാറുകളാണുള്ളത്, മൂന്ന് യുദ്ധങ്ങളാണുള്ളത്. അപ്പോൾ ഓരോ യുദ്ധങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ യുദ്ധം ഏതാണ്? ദ ഡാനിഷ് വാർ ഇൻ 1864. ഡാനിഷ് എന്ന് പറഞ്ഞത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡെൻമാർക്കുമായിട്ടുള്ള യുദ്ധമാണ്. ആരുടെ യുദ്ധം? പ്രഷ്യയാണ് കേട്ടോ. പ്രഷ്യ ജർമ്മനിയുടെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആയിരുന്നല്ലോ ബിസ്മാർക്കിന്റെ പ്രഷ്യ. So പ്രഷ്യക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ആരാണ് ഇവിടെ ഉള്ളത്? ഡെൻമാർക്കാണ്. Let us see what were the reasons which led to the war with Denmark in 1864. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ two German speaking states എന്ന് പറഞ്ഞാൽ those areas which predominantly had German speaking population. These areas were under the control of Denmark. Which were those areas? Schleswig and Holstein. Please note the spelling is Schleswig, Schleswig and Holstein, Holstein. So these were the German speaking areas. Predominantly people spoke German in these areas. With under control German Danish അല്ലെങ്കിൽ ഡെൻമാർക്കിന്റെ കൺട്രോളിലാണ്. So what Bismarck did was he wanted to get these territories along with Prussia. പ്രഷ്യയുടെ കൂടെ ഈ ടെറിട്ടറീസും അദ്ദേഹത്തിന് കിട്ടേണ്ടതായിട്ടുണ്ടായിരുന്നു. So what did he do? എന്താണ് ചെയ്തത്? നമ്മൾക്ക് ബിസ്മാർക്ക് എന്ന് പറയുന്ന ആളുടെ ഡിപ്ലോമസി എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റിയ യുദ്ധങ്ങളാണിത്. അദ്ദേഹം എന്താണ് ചെയ്യുന്നത് വെച്ചാൽ he befriended ഓസ്ട്രിയയെ കൂട്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഓസ്ട്രിയ നല്ലൊരു ശക്തിയായിരുന്നല്ലോ. ഓസ്ട്രിയയെ കൂട്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഡെൻമാർക്കിനെതിരെ യുദ്ധം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹി ഡിക്ലെയർഡ് വാർ ഓൺ ഡെൻമാർക്ക് in 1864 with the support of Austria. With the support of Austria. In the war, what happened? നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ, കാരണം രണ്ട് വലിയ ശക്തികൾ ഒരു ഭാഗത്ത് ഏതൊക്കെയാണ്? ഓസ്ട്രിയ ആൻഡ് പ്രഷ്യ ഓൺ വൺ സൈഡ്, മറ്റേ ഭാഗത്ത് ആരാണ്? ഡെൻമാർക്കാണ്. അപ്പൊ എന്തായിരിക്കും റിസൾട്ട്? ഓസ്ട്രിയ ആൻഡ് പ്രഷ്യ കുഡ് ഡിഫീറ്റ് ഡെൻമാർക്ക്. സോ ദ വാർ കെയിം ടു ആൻ എൻഡ് ലൈക്ക് ദാറ്റ്. എന്നിട്ട് ഇവർ തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടല്ലോ, ഓസ്ട്രിയയും പ്രഷ്യയായിട്ട്. അപ്പൊ ആ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് രണ്ട് പ്രദേശങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊക്കെയാണ് ഷ്ലെസ്വിഗ് ആൻഡ് ഹോൾസ്റ്റീൻ. ഷ്ലെസ്വിഗ് എന്ന് പറയുന്ന പ്രദേശം പ്രഷ്യക്കും ഓസ്ട്രിയക്കും ഹോൾസ്റ്റീനും കിട്ടി. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ഹോൾസ്റ്റീൻ went to Austria and Schleswig പ്രഷ്യ. ഓക്കെ, അത് ഓർക്കണം. അപ്പൊ ഷ്ലെസ്വിഗ് ആരുടെ കയ്യിൽ വന്നു? പ്രഷ്യയുടെ കയ്യിൽ വന്നു. ഇനിയിപ്പോ എന്ത് കിട്ടണം അവർക്ക്? ഹോൾസ്റ്റീൻ കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ബിസ്മാർക്ക് അടുത്ത യുദ്ധം നടത്തുന്നത്. അപ്പൊ ഫസ്റ്റ് വാർ ക്ലിയർ ആണെന്ന് മനസ്സിൽ വിചാരിക്കുന്നു. ദാറ്റ് ഇസ് എ ഡാനിഷ് വാർ 1864, by which you could see how ഓസ്ട്രിയയെ കൂട്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് പ്രഷ്യ. ആൻഡ് at the end Schleswig, Bismarck could get Schleswig for Prussia. പക്ഷെ ഹോൾസ്റ്റീൻ ആർക്ക് പോയി? ഓസ്ട്രിയക്ക് പോയി. ഇനി നമ്മൾക്ക് അടുത്ത യുദ്ധത്തിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. Let us see what Bismarck did.
അടുത്തത് എന്താണ്? ഓസ്ട്രോ പ്രഷ്യൻ വാറാണ്. അപ്പൊ നേരത്തെ കൂട്ടുപിടിച്ച ഓസ്ട്രിയൻ ഇപ്പൊ ഇവിടെ മറുഭാഗത്താണ് ബിസ്മാർക്ക് കാണുന്നത്. സോ യു കുഡ് സീ ദാറ്റ് ഹി had a lot of diplomatic plans. Very calculative. This person was very diplomatic, very calculative. So what he tried was he wanted to isolate ഒറ്റപ്പെടുത്തണം ആരെ? ഓസ്ട്രിയനെ. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? He befriended other powerful nations. അവിടെ ഏതൊക്കെയാണ്? ഇറ്റലി, ഫ്രഞ്ച്, റഷ്യ. ഏതൊക്കെയാണ്? ഇറ്റലി, ഫ്രഞ്ച്, റഷ്യ. റഷ്യക്ക് ഒരു ഭാഗത്തായി, മറ്റേ ഭാഗത്ത് ആരാണ്? ഓസ്ട്രിയ. അപ്പൊ ഓസ്ട്രിയനെ ഒരു ഐസൊലേഷൻ, ഒറ്റപ്പെടുത്തുക എന്നുള്ളൊരു രീതിയാണ് ചെയ്തത്. ഈ പ്രൊവോക്ഡ് എ ക്വാറൽ വിത്ത് ഓസ്ട്രിയ ഇൻ 1866. ഒരു കാരണം കണ്ടിട്ട് യുദ്ധം ഉണ്ടാക്കുക, വെറുതെ ഇങ്ങനെ കുത്തി ഇറിറ്റേറ്റ് ചെയ്തിട്ട് ഒരു യുദ്ധം ഉണ്ടാക്കി. ദാറ്റ് വാസ് ഇൻ 1866. ഓസ്ട്രിയ, what happened in this war? 4 വലിയ ശക്തികളാണ് ഒരു ഭാഗത്ത്, മറുഭാഗത്താണ് ഓസ്ട്രിയ. What happened? Austria was defeated, and place where was also defeated at the battle of Sedova. Sedova എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഡിഫീറ്റഡ് ആവുന്നത്. അതിനുശേഷം ഒരു ഉടമ്പടി സൈനിയാണ് ബിസ്മാർക്ക്. അതിന്റെ പേരെന്താണ്? ട്രീറ്റി ഓഫ് പ്രേഗ്. ട്രീറ്റി ഓഫ് പ്രേഗ്. അതിന് സൈൻ ചെയ്തിട്ട് ബിസ്മാർക്ക് എന്ത് കിട്ടും? ഓസ്ട്രിയയുടെ കയ്യിൽ നിന്ന് ഹോൾസ്റ്റൻ. നേരത്തെ ഡെൻമാർക്ക് യുദ്ധത്തിൽ നിന്ന് ഓസ്ട്രിയക്ക് കിട്ടിയിട്ടുള്ള ഹോൾസ്റ്റൻ ആണ് ബിസ്മാർക്ക് ഇവിടെ ഓസ്ട്രോ പ്രഷ്യൻ വാർ വഴി നേടിയെടുക്കുന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെ ഭാഗങ്ങൾ ഇപ്പം ബിസ്മാർക്കിന്റെ കൈവശമായി? ഹോൾസ്റ്റൻ ആൻഡ് ഷ്ലെസ്വിഗ്. Okay, so this was the Austro-Prussian War which gained for Prussia Holstein. അപ്പോൾ ഈ ഒരു യുദ്ധം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ്? റിഗാർഡിംഗ് ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ. ഓർമ്മയുണ്ടോ? ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഫോഴ്സ്, ദാറ്റ് ഈസ് ഇറ്റലി വാസ് സപ്പോർട്ടിംഗ് പ്രഷ്യ ഇൻ ദിസ് വാർ അഗൈൻസ്റ്റ് ഓസ്ട്രിയ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓർമ്മയുണ്ടോ? ദാറ്റ് ഈസ് ബിക്കോസ് ദേ വാണ്ടഡ് വെനീഷ്യ. ആസ് പെർ ദ എഗ്രിമെന്റ് വെനീഷ്യ അവർക്ക് കിട്ടിയത് ഈ ഒരു യുദ്ധത്തിന്റെ ജയത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇറ്റലി കൂടെ നിന്നതുകൊണ്ട് ഈ യുദ്ധത്തിന് എന്ത് സംഭവിക്കുന്നു? വെനീഷ്യ ആർക്ക് കിട്ടുന്നു? ഇറ്റലിക്ക് കിട്ടുന്നു. അപ്പൊ ഈ യുദ്ധമാണ് നമ്മൾ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ള സെയിം യുദ്ധം, ഓസ്ട്രോ പ്രഷ്യൻ വാർ ഓഫ് 1866, വേർ ഇറ്റലി ഗെയിൻഡ് വെനീഷ്യ, പ്രഷ്യ ഗെയിൻഡ് ഹോൾസ്റ്റൻ. ഉടമ്പടിയുടെ പേര് ട്രീറ്റി ഓഫ് പ്രേഗ്. ഓക്കെ, ഇനി നമ്മൾക്ക് എന്താണ് ബിസ്മാർക്ക് അടുത്ത് ചെയ്ത് നോക്കാം. ഇനി ബിസ്മാർക്കിന് പ്രധാനമായിട്ടും ഒറ്റപ്പെടുത്തേണ്ടിയിരുന്നത് ഫ്രാൻസിനെയാണ്. അപ്പൊ സെക്കൻഡ് യുദ്ധത്തിൽ ഫ്രാൻസിനെ കൂട്ടുപിടിച്ച ആളാണ്. ഈ തേർഡ് യുദ്ധത്തിൽ ഫ്രാങ്കോ പ്രഷ്യൻ വാർ ആണ് വരാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഫ്രാൻസിനെ ഒറ്റപ്പെടുത്തണം. ദാറ്റ് വാസ് ബിസ്മാർക്ക്സ് ഇന്റൻഷൻ. സോ ബൈ ദിസ് ടൈം ബിസ്മാർക്ക് ഹാഡ് ഇൻ ഫാക്ട് brought together all the northern states of Germany, and he created what you can call as a Northern German Federation. Okay, Northern German Federation. Moreover, the victories over Austria and Denmark gave enhanced or you can say it increased the prestige of Prussia amongst the world powers. Yuddha jayam എന്തായാലും അവരുടെ ഒരു സെൽഫ് എസ്റ്റീം കൂട്ടുവരും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷേ എന്താണ് പ്രശ്നം? സദേൺ സ്റ്റേറ്റ്സ് സ്റ്റിൽ ഹാഡ് നോട്ട് ജോയിൻഡ് പ്രഷ്യ ആൻഡ് ബിസ്മാർക്ക്. ദേ വെർ ഔട്ട്സൈഡ് ദ കോൺഫെഡറേഷൻ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ബിസ്മാർക്ക് ഹാഡ് ടേക്കൺ വാസ് ടു ഗെറ്റ് ദ സപ്പോർട്ട് ഓഫ് ദ സദേൺ സ്റ്റേറ്റ്സ്. എന്നാലാണ് ഫ്രാൻസിനെതിരെയുള്ള യുദ്ധത്തിൽ ജയം നേടാൻ പറ്റുള്ളൂ. സോ ലെറ്റ് us see what he did. So the Franco-Prussian War എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് 1770 1870-71. അപ്പം ബിസ്മാർക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ സദേൺ സ്റ്റേറ്റ്സിനെ കൂടെ കൂട്ടുകയാണ്. എന്നിട്ട് അവർക്കിടയിൽ ഒരു ദേശസ്നേഹം, ഒരു ഹി ട്രൈ ടു ക്രിയേറ്റ് എക്സൈറ്റ് ദം വിത്ത് patriotic enthusiasm. Okay, and then he tried to include them also as part of the federation. So he began his policy of isolating France. Moreover, he had the support of southern states by now 1870. ഓക്കെ, ഇനി ഇതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഉണ്ടാകുന്നത്. അതൊരു കഥ പോലെ മനസ്സിലാക്കിയാൽ മതി. ദ എംസ് ഡിസ്പാച്ച് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഒരു ചെറിയൊരു കഥയാണ്. അതായത് എംസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, എംസ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് വേറൊരു രാജ്യം ഇവിടെ ഇൻവോൾവ് ആണ് കേട്ടോ. ദാറ്റ് ഈസ് ത്രോൺ ഓഫ് സ്പെയിൻ. സ്പെയിനിലെ രാജാവ് മരിച്ചതിന് ശേഷം അവിടുത്തെ അടുത്ത രാജാവായി മാറുന്നത് ഒരു റിലേറ്റീവ് ആണ്, നമ്മളുടെ പ്രഷ്യൻ റൂളർ വില്യംസ് റിലേറ്റീവ്.
Okay. അപ്പം നിങ്ങൾ ഓർക്കേണ്ടത് ഈ സമയത്ത് മാപ്പ് ഓഫ് യൂറോപ്പ്. സോ യു ക്യാൻ സീ ഫ്രാൻസ് in the center, and on two sides, on both the sides, either side, one was Prussia and the other one was Spain. Both these were relatives. അപ്പോൾ ഫ്രാൻസിലെ നെപ്പോളിയൻ III നടുക്കാണ്, അപ്പുറത്ത് സ്പെയിൻ ഉണ്ട്, ഒരു ഭാഗത്ത് പ്രഷ്യ ഉണ്ട്. അപ്പൊ ഈ ഒരു നടുക്കുള്ളൊരു അവസ്ഥ എന്ന് പറയുമ്പോൾ he was caught between two Hohenzollerns. ഹോഹൻസോളേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഡൈനസ്റ്റിന്റെ പേരാണ്, നമ്മളെ വില്യത്തിന്റെ. അപ്പൊ അതും ആണ് ലിയോപോൾഡ് ഡൈനസ്റ്റിയും അത് തന്നെ. ലിയോപോൾഡ് ആരാണ്? സ്പെയിനിലെ പുതിയ രാജാവ്. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ നെപ്പോളിയൻ ഫെൽറ്റ് ഇൻസെക്യൂർ. ഏത് നെപ്പോളിയൻ? നെപ്പോളിയൻ III of France felt insecure because he was caught between two Hohenzollerns. So what he did, he sent a message, an ambassador to the Prussian court. വില്യത്തിനടുത്ത് പറയാണ്. വില്യത്തിനടുത്ത് അദ്ദേഹം ആവശ്യപ്പെടുന്ന കാര്യം എന്താണ്? ഡോണ്ട് ആക്സെപ്റ്റ് ലിയോപോൾഡ് യുവർ റിലേറ്റീവ് ആസ് എ റൂളർ ഓഫ് സ്പെയിൻ എന്നാണ്. എന്താണ് ആവശ്യപ്പെടുന്നത്? ഡോണ്ട് ആക്സെപ്റ്റ് ലിയോപോൾഡ് ആസ് ദ റൂളർ ഓഫ് സ്പെയിൻ. പക്ഷെ വില്യം ഹി വാസ് നോട്ട് റെഡി ടു ഒബ്ലൈജ്. അദ്ദേഹം അതിന് കൂട്ടാക്കുന്നില്ല. ഉടനെ അദ്ദേഹം ബിസ്മാർക്കിൽ ഒരു മെസ്സേജ് പോയി അറിയിക്കും, ഇങ്ങനെയാണ് ഈ രാജാവ് ആവശ്യപ്പെടുന്നത്. ബിസ്മാർക്ക്, യു ഹാവ് ടു നോ, ഹി വാസ് വെരി ഡിപ്ലോമാറ്റിക്. അദ്ദേഹം ഉടനെ ഒരു ടെലിഗ്രാം അയക്കുകയാണ് ചെയ്യുന്നത്, വിച്ച് കെയിം ടു ബി നോൺ ആസ് എ എംസ് ഡിസ്പാച്ച്. എംസ് എന്ന് പറയുന്ന സ്ഥലത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എംസിൽ നിന്ന് അയക്കുന്ന ടെലിഗ്രാം അതുവഴി അദ്ദേഹം ചെയ്തിട്ടെന്ന് വെച്ചാൽ ഹി ട്രൈഡ് ടു ക്രിയേറ്റ്, ഹി മാനിപ്പുലേറ്റഡ്, ഫാബ്രിക്കേറ്റഡ് ദ ഹോൾ തിങ്. ഓക്കെ, എന്നിട്ട് അദ്ദേഹം ഒരു പിന്നെ ഹി ക്രിയേറ്റഡ് എ സെൻസേഷണൽ ന്യൂസ് വിച്ച് ഇൻ ഫാക്ട് made Napoleon III very vulnerable and William powerful. അപ്പൊ പ്രസ് ഏറ്റെടുത്തു. നമുക്കറിയാം പ്രസ് ഇപ്പോഴായാലും യു നോ ദ റോൾ ഓഫ് പ്രസ് ഇൻ സെൻസേഷണലൈസിങ് ന്യൂസ്. ഈ ഒരു ടെലിഗ്രാം വഴി ഒരുപാട് സെൻസേഷണൽ ന്യൂസ് was spread and the whole Germany they got excited with a feeling of nationalism against Napoleon III. അപ്പം ജർമ്മൻ ജനത, German speaking people, northern group, southern group, all came together against ആര്? Napoleon III. ഇത് ആരുടെ തന്ത്രമാണ്? ബിസ്മാർക്കിൻ തന്ത്രമാണ്. What did he do? He fabricated, manipulated a message, a telegram, which later came to be known as what? Ems dispatch. Ems telegram എന്നും വേണമെങ്കിൽ പറയും. എംസ് ഒരു സ്ഥലമാണ്. അപ്പം അങ്ങനെ ഈ ഒരു അവസ്ഥ വന്നതിന് ശേഷം ജർമ്മൻ ജനത ഒറ്റക്കെട്ടായി നിന്നു. അപ്പോൾ what did they want? A war against France. അങ്ങനെയാണ് ഫ്രാൻസിനെതിരെ തിരിയുന്നത്. സോ ദാറ്റ് റിസൾട്ടഡ് ഇൻ ദ ഫ്രാങ്കോ പ്രഷ്യൻ വാർ ഓഫ് 1870. അപ്പൊ ഇതൊരു വേറൊരു രാജ്യത്തിന്റെ ഇടപെടൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ദ കേസ് ഓഫ് സ്പെയിൻ ഹിയർ, ഹൗ ഇറ്റ് ഇൻ ഫാക്ട് was utilized well by Bismarck to excite that feeling of nationalism amongst the German speaking people and to find a reason to wage war against France. അങ്ങനെ എന്ത് പറ്റുന്നു? ഫ്രഞ്ച് റൂളർ നെപ്പോളിയൻ ഡിക്ലെയർഡ് എ വാർ അഗൈൻസ്റ്റ് പ്രഷ്യ. അങ്ങനെയാണ് യുദ്ധം തുടങ്ങുന്നത്. So we could see that southern states supported Bismarck and Prussia. The war, it was a very strenuous war, and the war ended in 1871 with the Treaty of Frankfurt. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഫ്രാൻസിന്റെ പതനമാണ് നമ്മൾ കാണുന്നത്. ഫ്രാൻസ് വാസ് ഡിഫീറ്റഡ്. ഫ്രാൻസ് വാസ് ഫോഴ്സ്ഡ് ടു ഗിവ് 2 territories to ജർമ്മനി. ഏതൊക്കെയാണ്? ആൽസേ ആൻഡ് ലൊറെയ്ൻ. ആൽസേ ലൊറെയ്ൻ എന്നാണ് പറയും. ALSACE and Lorraine, LORRAIN, Alsace Lorraine. രണ്ട് പ്രധാനപ്പെട്ട പ്രവിശ്യകൾ ആർക്ക് കിട്ടുന്നു? ജർമ്മനിക്ക് കിട്ടുന്നു. പിന്നെ ഇത് കൂടാതെ ഫ്രാൻസ് ഹാഡ് ടു പേ എ ഹ്യൂജ് എമൗണ്ട് ആസ് വാർ ഇൻഡെംനിറ്റി. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് വാർ ഇൻഡെംനിറ്റി? തോറ്റ ഒരു രാജ്യം ജയിച്ച ആൾക്ക് കൊടുക്കുന്നുണ്ട്. വാർ റെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധത്തിനുണ്ടാകുന്ന ചെലവുകൾ മുഴുവൻ തോറ്റ രാജ്യം ജയിച്ച രാജ്യത്തിന് കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ ആര് കൊടുക്കുന്നു? ഫ്രാൻസ് വാസ് ഫോഴ്സ്ഡ് ടു പേ എ ഹ്യൂജ് എമൗണ്ട് ആസ് വാർ ഇൻഡെംനിറ്റി ടു പ്രഷ്യ. സോ യു കുഡ് സീ ഹൗ ഡിപ്ലോമാറ്റിക് മൂവ്സ് which Bismarck made created a huge success for France. Created a huge success for Prussia. Okay. അങ്ങനെ പ്രഷ്യയുടെ നേതൃത്വത്തിൽ Prussianization happened, and the Prussian ruler, Prussian Prime Minister, that was Bismarck, was able to lead the German Federation towards unification. It was completed in 1871. Who became the ruler of Germany? William the First of Prussia. So that is why we say that the biggest state, Prussia, led the German states towards unification.
And the unification process was completed in 1871. While Italy's process was completed in 1870, in Germany it was completed in 1871. Okay. Any ഇതിന്റെ particular feature വന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. Generally about the German unification, it is said that it is a revolution from the above. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? It was a revolution not of the common people, not of the peasants and ordinary people, but it was a revolution which was spearheaded by the rich people, the aristocrats, landowners. I told you in the last class that Bismarck himself, he belonged to the group of aristocrats known as the Junkers. Pramanimarude vibhagana Junkers in Germany, and you could see how they in fact led the revolution. That is why we call the German unification movement as a revolution from the above, not from below. Subaltern ആണെങ്കിൽ നമ്മൾ below എന്നാണ് പറയുക. ഇത് above എന്നുള്ളത് കൊണ്ട് we say that it was in fact a revolution from the above, supported by the liberal bourgeois and the landowning class. So you have to understand that the whole German unification was because of the very diplomatic moves taken by Bismarck, and also how he used a lot of pragmatic measures to arise popular sentiments, which ultimately paved way for a united, unified Germany. So the role of Bismarck is very important, and in 1871 the German unification was a success. Okay, so that is about the German unification. Bye bye.